റമദാൻ വ്രതം ആരംഭിച്ചതോടെ കാസർകോട്ടെ പള്ളികളിൽ പ്രസിദ്ധം നെയ്ക്കഞ്ഞിയാണ്. നെയ്യും തേങ്ങയുമൊക്കെ ഇട്ട് തയ്യാറാക്കുന്ന കഞ്ഞി വാങ്ങാൻ നിരവധി വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തുന്നത്. നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴേക്കും യാത്രക്കാർക്ക് പഴങ്ങളും നൽകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കാസർഗോഡ് തെരുവത്ത് പള്ളി. വൈകിട്ടുള്ള അസർ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ പിന്നെ കൊച്ചു കുട്ടികൾ മുതൽ പാത്രവുമായി പള്ളിയിലേക്കെത്തും. നോമ്പ് തുറയ്ക്ക് പള്ളിയിൽ നിന്ന് നൽകുന്ന കഞ്ഞി വാങ്ങുകയാണ് ലക്ഷ്യം. പാവങ്ങൾക്ക് ഇല്ലാത്തവർക്ക് കഞ്ഞി വെള്ളം വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ചീർണിയായിട്ട് കഴിക്കലുണ്ട്. അൽഹംദുലില്ലാ, ഇത് കഴിച്ചവർക്ക് ഇന്നുകൊണ്ട് ചിഫക്ക് സുഖമില്ലാത്തവർക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കഴിക്കലുണ്ട്. അതിൽ സുഖം കിട്ടാന്ന് പോകുന്നുണ്ട്. 75 വർഷത്തോളമായി ഇവിടെ വിശന്നു വരുന്നവർക്കായി കഞ്ഞി വിതരണം തുടങ്ങിയിട്ട്. ആദ്യം പുഴുക്കലരിയും തേങ്ങയും മാത്രമിട്ട് തയ്യാറാക്കിയ കഞ്ഞി 15 വർഷങ്ങൾക്ക് മുൻപ് നെയ്യും തേങ്ങയും പയറും ജീരകവുമൊക്കെ ഇട്ട് മാറ്റങ്ങൾ വരുത്തി. നെയ്ക്കഞ്ഞി ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ സാധാരണ മറ്റുള്ള പള്ളികളുണ്ട്, അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റോട് കൂടിയാണ് കൊടുക്കുന്നത്. അതാണ് എല്ലാവരും കാസർഗോഡ് ഏകദേശം ആൾക്കാർ ഇവിടെ വന്നിട്ട് കഞ്ഞി വാങ്ങുന്നുണ്ട്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് നോമ്പ് തുറയ്ക്കായി പഴങ്ങളും തെരുവത്ത് പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. കാസർഗോഡ്.